നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സ്തംഭിച്ചു നിൽക്കുന്ന ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ഊർജിതമാക്കിയതായാണ് പുറത്തുവരുന്ന വിവരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ബുധനാഴ്ച ടെഹ്റാനിലേക്ക് തിരിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം ഇറാനിലെത്തുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന കഴിഞ്ഞ മാസത്തെ കൂടിക്കാഴ്ചകളുടെ തുടർച്ചയാണ് ഈ അടിയന്തര യാത്ര എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തപ്പെടൽ. എന്തായാലും മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സജീവമായ ശ്രമങ്ങളാണ് പാകിസ്ഥാനിൽ ഇതിലൂടെ നടത്തുന്നത്. അടുപ്പിച്ചുള്ള ഈ സന്ദർശനങ്ങൾ, അതായത് അടുത്തിടെയുള്ള ഈ സന്ദർശനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര നീക്കങ്ങളുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുകയാണ്. ചർച്ചകളിൽ ധാരണയായില്ല എങ്കിൽ ആക്രമണം പുനരാരംഭിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഇറാന് ഏതാനും ദിവസത്തെ സമയപരിധി നൽകിയതിന് പിന്നാലെയാണ് പാക് മന്ത്രിയുടെ ഇറാൻ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇറാൻ പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നഖ്വിയുടെ ഇറാൻ സന്ദർശനം ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളെ കുറിച്ച് ഇറാനിയൻ നേതാക്കളുമായി സംസാരിക്കാനാണ് നഖ്വി ടെഹ്റാനിലേക്ക് പോയതെന്നും ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളും ഈ സന്ദർശനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുവാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പാക് ആഭ്യന്തരമന്ത്രി രാജ്യതലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയതെന്നും ഇറാന്റെ സ്റ്റേറ്റ് ടിവിയായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു. നഖ്വി ഇറാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ പോയ വിവരം ഇറാന്റെ വാർത്താ ഏജൻസി കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇത്തരം മധ്യസ്ഥ ശ്രമങ്ങളിൽ പാകിസ്ഥാൻ സാധാരണയായി പുലർത്തുന്ന മൗനം ഈ വിഷയത്തിലും തുടരുകയാണ്. ഇറാനിൽ നിന്നും യുഎസിൽ നിന്നും സമ്മിശ്ര സൂചനകൾ വരുന്നതിനിടയിൽ നഖ്വിയുടെ ഈ സന്ദർശനം, കഴിഞ്ഞ സന്ദർശനത്തിൽ അദ്ദേഹം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ, വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഹാസിഫ് അലി, ആഭ്യന്തര മന്ത്രി എക്സ് മൊഹമ്മനി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം ഇറാനു നേരെയുള്ള ആക്രമണം വൈകിപ്പിക്കാൻ ഗൾഫ് അറബ് നേതാക്കൾ തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും ട്രംപ് ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും വ്യക്തമാക്കി. നമ്മൾ ഇപ്പോൾ ഒരു നല്ല നിലയിലാണ് എന്നാണ് വാൻസ് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ യുദ്ധത്തിലേക്ക് തിരിച്ചെത്തിയാൽ അത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊരു മുന്നറിയിപ്പ് നൽകുമ്പോൾ, ഇറാന് നേരെയുള്ള ഏതൊരു ആക്രമണവും പശ്ചിമേഷ്യയുടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്ന സംഘർഷത്തിന് കാരണമാകുമെന്നും റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം ഇനി അവസാനിക്കുമോ അതോ വീണ്ടും ഒന്നുകൂടി പുനരാരംഭിക്കുമോ എന്ന കാര്യം, അതായത് ഈ മധ്യസ്ഥ ചർച്ചകൾ ഫലം കാണുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.